ഭരണഘടന അംഗീകരിച്ചതിന്റെ ബഹുമാനാർത്ഥം ഇന്ത്യ എല്ലാ വർഷവും നവംബർ 26-ന് സംവിധാൻ ദിവസ് ആഘോഷിക്കാറുണ്ട്. പ്രേം ബിഹാരി നരൈൻ റൈസാദ അതിമനോഹരമായ കാലിഗ്രഫിയിൽ രൂപകൽപ്പന ചെയ്തതും ബിയോൻഹർ രാം മനോഹർ സിൻഹ, നന്ദാലാൽ ബോസ് തുടങ്ങിയ കലാകാരന്മാർ മനോഹരമായി അലങ്കരിച്ചതുമായ യഥാർത്ഥ കയ്യെഴുത്തു പ്രതികൾ ഇപ്പോൾ പാർലമെന്റിലെ അത്യാധുനിക നൈട്രജൻ ചേംബറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭരണഘടന കറുത്ത മഷിയിലാണ് എഴുതിയിരിക്കുന്നത്. വായുവിൽ സമ്പർക്കം വരുമ്പോൾ ഈ മഷി വേഗത്തിൽ ഓക്സീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നും സംരക്ഷിക്കാനാണ് കയ്യെഴുത്തുപ്രതിയായ ഭരണഘടന 1% താഴെ ഓക്സിജൻ അടങ്ങിയ നൈട്രജൻ നിറച്ച ഒരു വായു സഞ്ചാരമില്ലാത്ത ഗ്ലാസ് കേസിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കയ്യെഴുത്തുപ്രതികളെ ഓക്സീകരണം, സൂര്യപ്രകാശം, സൂക്ഷ്മാണുക്കൾ, വായു മലിനീകരണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. പേപ്പർ ഉണങ്ങുകയോ പൂപ്പിൽ പിടിക്കുകയോ ചെയ്യുന്നത് തടയാൻ 40 മുതൽ 50% വരെ ഒപ്റ്റിമൽ ഈർപ്പം നിലനിർത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വാതകം വർഷം തോറും പുതുക്കാറുമുണ്ട്. കൂടാതെ CCTV നിരീക്ഷണത്തിൽ 2 മാസത്തിലൊരിക്കൽ ചേംബർ പരിശോധിക്കും. നൈട്രജൻ ചേംബർ ആസിഡ് ജലവിശ്ലേഷണം തടയാൻ സഹായിക്കും. ഇത് ദീർഘകാല സംരക്ഷണം ഉറപ്പാക്കുന്നു. അമേരിക്കൻ ഭരണഘടനയ്ക്കായി ഉപയോഗിക്കുന്ന സംരക്ഷണ രീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയും ഗെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയും തമ്മിലുള്ള സഹകരണത്തിലൂടെ 1994-ലാണ് ഈ ശാസ്ത്രീയ സംരക്ഷണ രീതി സ്ഥാപിതമായത്. US-ലെ ഗെറ്റി കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച ഗ്ലാസ് ഡിസ്പ്ലേ കേസ് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വർഷം തോറും വിലയിരുത്തുന്നു. ഇതിനു മുൻപ് ഭരണഘടന നാഫ്തലീൻ പന്തുകൾ ഉപയോഗിച്ച് ഫ്ലാനൽ തുണിയിൽ പൊതിഞ്ഞിരുന്നു. ദീർഘകാല പരിചരണത്തിന് ഇത് അനുയോജ്യമല്ല. 1949 നവംബർ 26-നാണ് ഭരണഘടനാ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26-ന് പ്രാബല്യത്തിൽ വന്നു. സങ്കീർണമായ കലാസൃഷ്ടികളും കാലിഗ്രഫിയും ഉൾക്കൊണ്ട ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കയ്യെഴുത്ത് ഭരണഘടന അതുല്യ കലാസൃഷ്ടി കൂടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.